പാർലമെന്റിൽ പലതരം പ്രതിഷേധങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. എൻ.ഡി.എ സർക്കാർ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച പ്രതിപക്ഷം ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തിപ്പിടിച്ചാണ് പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിച്ചത്. ഏറ്റവും ഒടുവിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ തിളങ്ങുന്ന വിജയം സ്വന്തമാക്കി പാർലമെന്റിലെത്തിയ പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞാവേളയിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിരുന്നു. അദാനി വിഷയമാണ് ഇപ്പോൾ പാർലമെന്റിനെ പിടിച്ചുകുലുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗൗതം അദാനിയുടെയും നരേന്ദ്രമോദിയുടെയും ചിത്രങ്ങൾ പതിച്ച ബാഗുമായാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ഇവരുടെ ചിത്രങ്ങൾ ടീഷർട്ടിന് പിന്നിൽ പതിച്ചും ഇവരുടെ മുഖംമൂടി അണിഞ്ഞും വായ്മൂടി കെട്ടിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം നടത്തിയിരുന്നു. ബുധനാഴ്ച പാർലമെന്റിന് പുറത്ത് വേറിട്ട പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തിയത്. റോസാപ്പൂക്കളും ദേശീയ പതാകയുടെ ചെറിയ മാതൃകയുമായിട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. സഭ ചേരുന്നതിന് മുൻപാണ് പാർലമെന്റിന് പുറത്ത് അദാനി വിഷയം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സുരേഷ് ഗോപി എന്നിവർക്ക് പൂക്കൾ നൽകിയാണ് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധം അറിയിച്ചത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് റോസാപ്പൂവും ത്രിവർണ പതാകയും നൽകിയത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാജ്നാഥ് സിംഗ് കാറിൽ നിന്നിറങ്ങി ലോക്സഭയിലേക്ക് കയറി വരുമ്പോഴാണ് പ്രതിഷേധ സൂചകമായി റോസാപ്പൂവും ത്രിവർണ പതാകയും നൽകിയത്. രാഹുൽ ഗാന്ധിക്കൊപ്പം മറ്റു പ്രതിപക്ഷാംഗങ്ങളും ഉണ്ടായിരുന്നു. നവംബർ 20-നാണ് ലോക്സഭാ സെഷൻ ആരംഭിച്ചത്. തുടക്കം മുതൽ അദാനി വിഷയം ഉയർത്തി കോൺഗ്രസ് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ജോർജ് സോറോസുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉയർത്തിയാണ് ഇതിന് ബി.ജെ.പി പ്രതിരോധം തീർക്കുന്നത്. ജോർജ് സോറോസിന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായുള്ള ബന്ധം പരിശോധിക്കണമെന്നാണ് ബി.ജെ.പി ആവശ്യപ്പെടുന്നത്. പാർലമെന്റിനെയും മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളെയും അട്ടിമറിക്കാൻ സോറോസ് കോൺഗ്രസിന് ഫണ്ട് നൽകുന്നുണ്ടെന്നും ഭരണപക്ഷം ആരോപിക്കുന്നു. ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിലും സോറോസിന്റെ സ്വാധീനമുണ്ട്. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ അട്ടിമറിക്കാനും ഗാന്ധി കുടുംബത്തിലൂടെ സോറോസ് ശ്രമിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. അദാനി വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണെന്നാണ് പ്രതിപക്ഷം തിരിച്ചടിക്കുന്നത്.